റിലേഷൻഷിപ്പിന്റെ കാര്യം പറഞ്ഞില്ലേ, റിയൽ ലൈഫിലുള്ള റിലേഷൻഷിപ്പും ഈ നമ്മുടെ സിനിമയിലൊക്കെ ഉള്ള റിലേഷൻഷിപ്പും തമ്മിലുള്ള ഒരു ഈ റിലേഷൻഷിപ്പ് എല്ലാവർക്കും വർക്കാവൂല. എല്ലാവർക്കും മനസ്സിലായോ? അത് ചിലവർക്ക് നല്ല അതുണ്ടെങ്കിൽ നിലനിൽപ്പുള്ളൂ, ചിലവർക്ക് അതുണ്ടെങ്കിൽ നിലനിൽപ്പേ ഇല്ല. ഞാൻ ഏത് കാറ്റഗറി ആണെന്നുള്ളത് നമുക്ക് ചെയ്തു കഴിഞ്ഞാലല്ലേ അറിയുള്ളൂ. റിലേഷൻഷിപ്പിലുണ്ടായി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പരിപാടി നടക്കൂലെന്ന്. ഫ്രീ ബേർഡ് മീൻസ് അങ്ങനെയല്ല. ഇതിന്റെ ഒരു വശം എന്ന് പറഞ്ഞാൽ, അടുത്ത വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ഫ്രീ ആയിട്ട് നടക്കുന്ന സമയത്ത് നമ്മൾ ആരും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അല്ലേ? ഒറ്റപ്പെടുന്ന ഒരു സമയം വരും. ഇപ്പൊ അമ്മയുടെ ഒരു വീട്ടിൽ നിന്നുണ്ടാവുന്ന സഹോദരങ്ങൾ തന്നെ അവരവരുടെ കുടുംബങ്ങളായി മാറി അകന്ന് കഴിയുന്ന സമയങ്ങളിലാണ് ഇതിന്റെ ഒരു കാഠിന്യം. കണ്ടേ? Ich nehme euch jetzt schon fast über 300 Tage beim Sport mit, im Labor oder generell in meinem Leben. Ich zeige euch, was... ഗേൾഫ്രണ്ട് അല്ല, ഗേൾ ഫ്രണ്ട്സ്. ശരി, ഓക്കെ. നമുക്ക് പേഴ്സണൽ കാര്യങ്ങളില് എന്തിനപ്പോ ചോദിച്ചു? എന്താ പറയണ്ടേ ചോദിച്ചു? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പം സത്യം പറഞ്ഞാൽ നമ്മൾ അങ്ങനെ വലിയ ബ്രില്യന്റ് ആർട്ടിസ്റ്റ് ഒന്നും അല്ല, എന്നാലും ചെറുതായിട്ടൊന്ന് ഇംപ്രവൈസ് ചെയ്യാൻ നോക്കി ഞാൻ പേഴ്സണലി. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ തന്നു കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ പറ്റും. മാനേജ് ചെയ്യാനോ? ഇവിടുന്ന് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു സിറ്റുവേഷൻ തരട്ടെ? ഞാൻ സിറ്റുവേഷനിലേക്ക് കടക്കാണ്. സിറ്റുവേഷൻ എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പറയാതെ പിന്നെ ഞാൻ മാനേജ് ചെയ്യാം. ഇപ്പം ചേട്ടന് ചിലപ്പോ എനിക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എന്നാലും ഞാൻ പറയാം. ചേട്ടന്റെ ഈ ഇന്റർവ്യൂല് വന്നിരിക്കുമ്പോഴുള്ള ബിഹേവിയറും ആ ഇരുത്തവും കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് നല്ലതല്ല എന്ന് ഞാൻ പറയുന്നു. അപ്പം ചേട്ടൻ എങ്ങനെയാണ് അതിനെ തിരിച്ചെങ്ങനെയാണ് റെസ്പോൺസ് ചെയ്യാന്നുള്ളത്? നല്ലതാണെന്ന് പറയുന്നു. അല്ല, ഒന്ന് നമുക്ക് നോക്കിക്കൂടെ? ഇത്ര പെട്ടെന്ന് തീർക്കല്ലേ? നോക്കിക്കൂടെ? ഞാൻ പറയട്ടെ, ഞാൻ തുടങ്ങട്ടെ. അല്ല ചേട്ടാ, താങ്കൾ ഈ ഇന്റർവ്യൂനൊക്കെ വരുമ്പോ ഇതൊക്കെ ഒഫീഷ്യൽ അല്ലേ? നമ്മുടെ ചാനലിലും. നിങ്ങളുടെ ചാനൽ ഒഫീഷ്യൽ ആണോ? ഇതൊക്കെ ഭയങ്കര ഇന്റർവ്യൂ. എന്താ ചാനലിന്റെ പേര്? ഞങ്ങള് കൈരളി. ഓക്കേ, ദാറ്റ്സ് ഒഫീഷ്യൽ ചാനൽ. that is an official channel. പിന്നെ അതേപോലെ ഇങ്ങനെയുള്ള ഒഫീഷ്യൽ. നിങ്ങൾ ഒഫീഷ്യൽ ജേർണലിസ്റ്റുകളാണോ? ആണോ? So what is the criteria to interview me? ദൈവമേ, What is the criteria? അല്ല, അങ്ങനെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ചാനൽസിലും ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒഫീഷ്യൽ ആണോ? അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ചേട്ടൻ ഇങ്ങനെ വന്ന് ഇന്റർവ്യൂന്നൊക്കെ ഇതിങ്ങനെ ഇരിക്കുന്നു, കാല് കയറ്റി വെച്ചിരിക്കുന്നു. ഞാൻ ഏത് ഇന്റർവ്യൂവിലാ കാല് കയറ്റി വെച്ചിരുന്നത്? ആ ഇന്റർവ്യൂ ആദ്യം എനിക്ക് കാണിച്ചു തരണം. കാലിന്റെ മോൾ കാല് കയറ്റി വെച്ചിട്ടുള്ളതാണെങ്കിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ് ഇറക്കുന്നത്. കാല് അങ്ങോട്ട് കയറ്റി വെച്ചിരിക്കുന്ന ഒരു ഇന്റർവ്യൂ എനിക്ക് കാണിച്ചു തന്നോളൂ. യൂട്യൂബൊക്കെ ഉണ്ടല്ലോ, നെറ്റൊക്കെ എല്ലാവരും എടുത്തോളൂ. ആരെങ്കിലും ഒന്ന് എടുത്തു വെച്ച് കാണിക്കും. ഞാൻ നേരത്തെ കാണിച്ചു തന്നായിരുന്നല്ലോ. ചേട്ടൻ ഇങ്ങനെ ഭയങ്കര ലേസി ആയിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. മൊബൈൽ എടുത്തെറിയണു, തന്നെ തൊപ്പിയൊക്കെ എടുത്ത് ജസ്റ്റ് ആൾക്കാരുടെ മേത്തേക്ക് കല്ലെടുത്തെറിയുന്നു, നമ്മുടെ പോലീസുകാരുടെ മേത്തേക്ക്. അതൊന്നും താൻ തോന്നിച്ചില്ലല്ലോ. അറിഞ്ഞാ നാഗസാസിക്ക് ആറ്റം ബോംബ് എടുത്ത് എറിഞ്ഞ അതിനെ പറ്റി എന്തെങ്കിലും ചോദിച്ചാ? ഞാൻ എന്റെ സ്വന്തം ഫോൺ ഇങ്ങോട്ട് എറിയുന്നതിനെ പറ്റി എനിക്ക് പ്രശ്നം അല്ലേ? ശരിയായിരിക്കാം ചിലപ്പോ. ആരും ഏതെങ്കിലും വീണൊന്നുമില്ലല്ലോ ഈ ഫോണ്. പിടിച്ചോ? ആ ഫോൺ തന്നെയാണ് ഇപ്പോൾ ഉപയോഗിക്കണം. അപ്പൊ ഈ ആൾക്കാരെങ്ങനെ അത് എടുക്കും? അങ്ങനെയൊന്നും ആൾക്കാരെ എങ്ങനെ എടുക്കാൻ? ഞാൻ ഫോൺ ഞാൻ പോയി എടുക്കും. ഫോൺ എടുക്കുന്ന കേസല്ല ഇതൊക്കെ കാണുമ്പോഴേ. ആൾക്കാരെങ്ങനെ എടുക്കാനാ? ആൾക്കാരെ എങ്ങനെ എടുത്താലും പ്രോബ്ലം. ഇപ്പൊ എന്റെ കല്ലയും പാസരം ഇത് പച്ച കുത്തി ഇത് എങ്ങനെ എടുക്കും? എങ്ങനെ എടുക്കും? എന്റെ മുടി എങ്ങനെ എടുക്കും? ഇതിപ്പോ മൊഴിയൊക്കെ ദൈവത്തിൽ വിശ്വാസം ഉണ്ടോ?
വിശ്വാസം ഇല്ല. അങ്ങനെയാണെങ്കിൽ ദൈവം തന്ന സാധനങ്ങൾ മാറ്റില്ലല്ലോ. മാറ്റുമോ? കറുത്ത ആൾക്കാർ പേരല്ല ഒരു തേച്ച് വിളിക്കാൻ നോക്കും. ദൈവത്തിൽ വിശ്വാസമുള്ള നാളാ. ദൈവത്തിൽ വിശ്വാസം ഉണ്ടോ? വിശ്വാസമില്ലേ? മൂക്ക് മാറ്റുന്നു, ചുണ്ടു മാറ്റുന്നു, എന്തൊക്കെ മാറ്റുന്നു. ദൈവത്തിൽ വിശ്വാസമില്ലേ? അപ്പൊ നമുക്ക് സുരക്ഷിതനായ ദൈവം നമ്മളെ മോശക്കാരനായി സൃഷ്ടിച്ചു എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? ആണോ? കാലത്തിനനുസരിച്ച് ദൈവത്തിന് മാറ്റണം. ദൈവത്തിന് മാറ്റണ്ട. പിന്നെ എന്തിനു നമ്മുടെ രൂപം മാറ്റുന്നു? ലുക്ക് ഇപ്പൊ ഞാൻ എന്റെ കർലി ഹെയർ ആയിരുന്നു, ഞാൻ സ്ട്രെയിറ്റ് ഹെയർ ആക്കിയത്. എനിക്ക് ആ ലുക്ക് മടുത്തു. ന്യൂ ലുക്ക് ആണെന്ന് പറഞ്ഞ കാരണം ഞാൻ മാറ്റി. അതുപോലെയാണോ ഇത്? അതുപോലെ തന്നെയാണ് ഇതും. ആ വീഡിയോ കിട്ടിയിട്ടില്ല. എടുത്തു ആരോട് നോക്കണം? ആരെങ്കിലും വീഡിയോ എടുത്ത് കൊടുക്ക്. എവിടെ നിന്ന് ഇറങ്ങി ഓടുന്നത്? അത് ശരിയാണ്. എവിടെ നിന്ന് ഇറങ്ങി ഓടുന്നത് തെറ്റാണ്. ഏത് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഓടുന്നത് തെറ്റാണോ? തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓട്. പിന്നെ നിങ്ങളെ കടിക്കാൻ വരുമ്പോ ഞാൻ നിന്ന് നടക്കണം. തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടുന്നതിൽ എന്താ തെറ്റ്? റോട്ടിൽ കിടന്ന് ഓടി തല്ലുണ്ടാക്കാനും പ്രശ്നമില്ല. തപരം വിളിക്കാനും ചായ വിളിക്കാനും അല്ലേ? ആണാ? പിന്നെ ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടുന്നത്. അല്ല ഈ ഓൺലൈൻ മീഡിയാസില് അല്ല എന്താ പറഞ്ഞായിരുന്നല്ലോ, വാർത്താ സമ്മേളനത്തിലൊക്കെ വരുന്ന ആൾക്കാര്, അതായത് ഈ ജേർണലിസം പഠിക്കാണ്ടൊക്കെ വന്ന് അതങ്ങനല്ലേ? നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കാൻ BEd കിട്ടാത്തൊരു ചോദ്യം ചെയ്യാൻ വന്നാൽ നമ്മൾ ക്ലാസ്സിൽ ഉത്തരം പറയേണ്ട കാര്യമില്ലല്ലോ. ഇല്ലല്ലോ. ഇല്ല. ആ ഓരോ പൊസിഷനിൽ ഇരിക്കുന്നവർ ചോദിക്കേണ്ട ചോദ്യങ്ങളുണ്ട് അല്ലേ? ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ യൂട്യൂബ് ചാനൽസ്, പിന്നെ അതുപോലെയുള്ള ഈ പറഞ്ഞ പോലെ വാർത്താ മാധ്യമ സമ്മേളനങ്ങളിലൊക്കെ ഇമാതിരി ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതിനോട് എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. നല്ല ചോദ്യങ്ങളാണല്ലോ ചോദിക്കുന്നത് അല്ലേ? നല്ല ചോദ്യങ്ങളാണ്. കട്ടൻ സ്ട്രേറ്റ് ആയിട്ടുള്ള ഉത്തരങ്ങളും ഉണ്ടല്ലോ താങ്കൾക്ക്. എങ്ങനെ സാധിക്കും? എന്തുകൊണ്ട് അങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടാവുന്നു? അപ്പൊ അങ്ങനത്തെ ഉത്തരങ്ങളും ഉണ്ടാവും. അല്ലാതെ ഞാൻ ഉത്തരം പറഞ്ഞിട്ടല്ലോ നിങ്ങൾ ചോദ്യം പറയണം. ആണാ? ആദ്യം എവിടെ നിന്നാ ഉണ്ടാവണത്? അല്ല പക്ഷെ ഇങ്ങനെയുള്ള കുറച്ച് മാധ്യമങ്ങളൊക്കെ വേണ്ട, ഇതുപോലുള്ള സിനിമകളൊക്കെ. ഞാൻ വേണ്ടാന്ന് പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ എവിടെ നിന്ന് അകോടി പൊക്കിക്കൊണ്ട് വന്നേ? നമ്മുടെ സിറ്റുവേഷൻ നേരത്തെ ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ചേട്ടൻ്റെ അടുത്ത് ഒരു പരാതി. എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു പരാതിയും ഇല്ല. പരാതി പറയേണ്ട ഒരു ഇത് കഴിഞ്ഞ് ഇനി പുറത്തേക്ക് പോകുമ്പോഴേ ഈ കൊച്ചെന്റെ അടുത്ത് അങ്ങനെ ചോദിച്ചു, ആ കൊച്ചെന്റെ അടുത്ത് അങ്ങനെയാണെങ്കിൽ ഞാൻ എത്ര പേരുടെ അടുത്ത് ചോദിക്കണം? മുഖം തിരിച്ച് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഞാൻ നടക്കില്ല. നമ്മള് മുഖം കൊടുത്തേ നടക്കാറുള്ളൂ അല്ലേ? എന്താ ചോദിക്കാൻ വന്ന് തീരും ചെയ്ത്. പടത്തിനെ കുറിച്ച് ചോദിക്കാൻ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. ഈ 2-3 ചോദ്യങ്ങൾ വെച്ചിട്ടാണ് ഇത്രയും നേരം നിങ്ങൾ ഇന്റർവ്യൂ ആണോ എന്ന് പറഞ്ഞോണ്ടിരുന്നത് അല്ലേ? അതല്ല, പടത്തിനെ പറ്റി ചോദിക്കുമ്പല്ലേ പറഞ്ഞത്. പടത്തിനെ പറ്റി ഒന്ന് റിവീൽ ചെയ്യാൻ പറ്റില്ല. അല്ല അപ്പൊ നമ്മുടെ സിനിമയെ പറ്റി എന്താണ്? സിനിമയെ പറ്റി ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. അതെന്താ? പടത്തിന് റിവീൽ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ മൊത്തം ഇതിലുണ്ട്. അടി, പേര്, പിന്നെ ഡയറക്ടർ, ആരാണ് പ്രസന്റ് ചെയ്യണ പ്രൊഡ്യൂസർ, പിന്നെ ആർട്ടിസ്റ്റ്. ഇനിയിപ്പോ ഞാനെന്താ ശരി. പിന്നെ എന്താ ചോദിക്കേണ്ടതെന്ന് അറിയൂല. അതാണ് പറഞ്ഞത് പഠിക്കണം. അറിയാത്തത് പഠിക്കണം. എന്താ സംഭവം ഇപ്പൊ?